100 വർഷങ്ങൾക്ക് മുമ്പുള്ള ജീവിച്ചിരുന്ന ഒരു മനുഷ്യന്റെ ഇന്നോവേറ്റീവ് ആയ ഐഡിയ അത് ഈ ലോകത്തെ തന്നെ മാറ്റിമറിച്ചു. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സിബിനെ കുറിച്ചാണ്. ആരാണ് സിബ് കണ്ടുപിടിച്ചത്? സിബ് എന്ന പേര് ആരാണ് നൽകിയത്? മൈക്കിൾ ജാക്സൺ സിബുമായുള്ള ബന്ധം എന്താണ്? സ്പോർട്സ് റിച്ച് എന്ന് പറയുന്ന കമ്പനി എങ്ങനെയാണ് സിബിനെ സഹായിച്ചത്? എന്റെ പേര് ജിൻസൺ. ഓപ്പൺ ദ ബോക്സ്. ഒരു കഥ പോലെ ഞാനിത് പറഞ്ഞത്, ഒരു സ്ഥിരമായി ജോലിക്ക് പോയിക്കൊണ്ടിരുന്ന മനുഷ്യൻ തന്റെ വീട്ടിൽ നിന്നും ജോലിക്ക് പോകുന്ന സമയത്ത് ഒരു കാഴ്ച കാണുകയുണ്ടായി. ആ കാഴ്ച എന്ന് പറയുന്നത് ഒരാൾ ഷൂലേസ് കെട്ടുന്നതായിരുന്നു. അയാൾ ആ കാഴ്ച ശ്രദ്ധിക്കുകയുണ്ടായി. ആ ഷൂലേസ് കെട്ടാനായിട്ട് അയാൾ കുറെ സമയം എടുക്കുന്നതായിട്ട് അയാൾ ശ്രദ്ധയിൽപ്പെട്ടു. ഇച്ചിരി സ്പീഡിലാക്കാൻ എന്തെങ്കിലും സൊല്യൂഷൻ ഉണ്ടോ എന്ന് ഓർത്തുകൊണ്ടാണ് ഇയാൾ അന്നത്തെ ദിവസം ജോലിക്ക് പോകുന്നത്. അതുപോലെ ജോലിക്ക് പോയതിനു ശേഷം കുറെ ഐഡിയാസ് ആലോചിക്കുകയും അത് തന്നെ മനസ്സിൽ വെച്ചുകൊണ്ട് വീട്ടിലേക്ക് തിരിച്ചു വരികയും ചെയ്തു. തിരിച്ചു വന്നതിന് ശേഷം ഇയാൾ പിറ്റേ ദിവസം ജോലിക്ക് പോകാനായിട്ട് നോക്കിയപ്പോൾ പുറത്ത് മഴയുണ്ടായിരുന്നു. ആ മഴ മാറ്റാൻ വേണ്ടിയിട്ട് അയാൾ ഒരു വലിയ കോട്ട് എടുത്തിട്ടു. ആ കോട്ടിന് 20ഓളം ബട്ടൺസുകൾ ഉണ്ടായിരുന്നു. ആ ബട്ടൺസുകൾ അയാൾ ഓരോന്നായിട്ട് ഇടാൻ തുടങ്ങി. അതിനും അയാൾക്ക് കുറെ സമയം എടുക്കുന്നതായി തോന്നി. അന്നുകൊണ്ടാണ് നമ്മൾ ഇന്ന് യൂസ് ചെയ്യുന്ന സിബിന്റെ തുടക്കം എന്ന് പറയുന്നത്. 1800 കാലഘട്ടത്തിൽ നമുക്കറിയാം ഇലക്ട്രിസിറ്റി, കാറ്, ടൈപ്പ് റൈറ്റർ എന്നിവയൊക്കെ വിപണിയിലേക്ക് വരുന്ന കാലഘട്ടമാണ്. ഇയാൾക്കുണ്ടായ പോലത്തെ ബുദ്ധിമുട്ടുകൾ ലോകമെമ്പാടുമുള്ള ജനങ്ങൾക്കും ഉണ്ടായിരുന്നു. എല്ലാവർക്കും ഇതിനൊരു സൊല്യൂഷൻ വേണമായിരുന്നു. അവിടെയാണ് നമ്മുടെ കഥാനായകൻ ജൂഡ്സന്റെ വരവ് തുടങ്ങുന്നത്. 1993 ആദ്യമായി ഇയാൾ സിബ് കണ്ടുപിടിച്ചു. എന്നാൽ ഈ സിബിന് സിബ് എന്നായിരുന്നില്ല പേര് നൽകിയിട്ടുണ്ടായിരുന്നത്. ക്ലോസ് ലോക്കർ എന്നായിരുന്നു അദ്ദേഹം നൽകിയിരിക്കുന്ന പേര് എന്ന് പറയുന്നത്. പക്ഷെ ഇത് ജനങ്ങളിലേക്ക് എത്തുകയും ജനങ്ങൾ അപ്പാടെ എതിർക്കുകയും അതിന് കാരണം എന്ന് പറയുന്നത് ഇത് ഒരുപാട് വലുതുമായിരുന്നു. അതേപോലെ തന്നെ ഇത് എപ്പോഴും സ്റ്റക്കും ആകുമായിരുന്നു. എന്നാൽ ഇതിന് ഒരുപാട് സാധ്യതകളൊന്നും മനസ്സിലാക്കുകയും ഇതിന് കുറെ അപ്ഡേഷൻ കൊടുക്കുകയും ചെയ്താലും ഇന്ന് നമ്മൾ യൂസ് ചെയ്യുന്ന പോലത്തെ ഒരു സിബിലേക്ക് എത്താൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ലോകമെമ്പാടുമുള്ള ആൾക്കാർ അതിന് തുടർച്ചയായി എതിർക്കുന്നതുകൊണ്ട് അദ്ദേഹത്തിന് ഒരുപാട് കാലം മുന്നോട്ട് പോകാൻ പറ്റില്ല. പക്ഷെ എന്നാൽ നമ്മുടെ ജൂഡ്സന്റെ മകനായ അമേരിക്കൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആയ ഗിഡ്സൺ സൺബാക്ക് എന്ന് പറയുന്ന ആള് 1913 സിബിനെ റീഡിസൈൻ ചെയ്യുകയുണ്ടായി. അതാണ് ഇന്ന് നമ്മൾ യൂസ് ചെയ്യുന്ന പോലത്തെ സിബ് എന്ന് പറയുന്നത്. എന്നാൽ അദ്ദേഹവും ഈ പേരൊന്നും മാറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇന്ന് നമ്മൾ യൂസ് ചെയ്യുന്ന പോലത്തെ ടീത്ത് പല്ലുകളുള്ള അപ്പ് ആൻഡ് ഡൗൺ പോകുമ്പോൾ അത് കൂട്ടിച്ചേരുകയും വിട്ടുപോകുന്ന രീതിയിൽ ചെയ്യുന്ന നമ്മൾ ഇന്ന് യൂസ് ചെയ്യുന്ന കൂട്ട് സിബായിരുന്നു അദ്ദേഹം ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇതൊരു വലിയ പ്രാചാരത്തിലെത്തുകയോ ഇത് ഒറ്റ ദിവസം കൊണ്ട് വലിയൊരു സ്ട്രൈക്ക് സംഭവിപ്പിക്കുകയോ അല്ലെങ്കിൽ ജനങ്ങൾ ഇതിനെ ഏറ്റെടുക്കുകയോ ചെയ്തിട്ടുണ്ടായിരുന്നേ ഇല്ല. അങ്ങനെ ഇരിക്കുകയാണ് 1920 ഒരു റബ്ബർ കമ്പനിയായ BF ഗുഡ്രിച്ച് എന്ന് പറയുന്ന കമ്പനി അവരുടെ പുതിയ പ്രൊഡക്റ്റ് ആയ ഒരു വാട്ടർ പ്രൂഫ് ഷൂ നിർമ്മിക്കാനായിട്ട് ചിന്തിക്കുന്നത്. വാട്ടർ പ്രൂഫ് ഷൂവിനെ എങ്ങനെ ക്ലോസ് ചെയ്യും എന്നുള്ള ചിന്തയിൽ അവർ കൊണ്ടെത്തിക്കുന്നത് ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആയ ജൂഡ്സന്റെ മകന്റെ മുമ്പിലാണ്. 1923 വാട്ടർ പ്രൂഫ് ഷൂവ് ക്ലോസ് ലോക്കർ ഉപയോഗിച്ച് വിപണിയിലേക്ക് എത്തിക്കാൻ അവർ തീരുമാനിച്ചു. പക്ഷെ എന്ത് പേര് നൽകും? അവരെ വെച്ച് ആ ക്ലോസ് ലോക്കറിനെ അവർ ശ്രദ്ധിക്കാൻ തുടങ്ങി. അത് തുറക്കുമ്പോഴും അടയ്ക്കുമ്പോഴും അതിൻ്റെ അന്ന് എന്ന രീതിയിലുള്ള ഒരു സൗണ്ട് പുറപ്പെടുവിക്കുന്ന ഇവർ ശ്രദ്ധയിൽപ്പെട്ടു. എന്തുകൊണ്ട് നമുക്ക് ഈ പേര് വെച്ചുകൂടാ എന്ന് അവർ ചിന്തിക്കുകയും അവർ പുറത്തിറക്കാൻ പോകുന്ന ഷൂവിന് 1923 അവർ സിബർ ഷൂ എന്ന് പേര് വെക്കുകയുണ്ടായി. ഈ പേര് ലോകമെമ്പാടുമുള്ള ജനങ്ങൾ ഏറ്റെടുക്കുകയാണ് ഉണ്ടായത്. ലോകത്തിലെ എല്ലാ ഭാഷയിലും സിബ് എന്ന് വിശേഷിപ്പിക്കാൻ തുടങ്ങി. ആദ്യകാലത്ത് എല്ലാ ജനങ്ങളിലേക്കും സിബ് എത്തിയിട്ടുണ്ടായിരുന്നില്ല. മിലിറ്ററി ആവശ്യങ്ങൾക്കായിരുന്നു കൂടുതലായി സിബ് യൂസ് ചെയ്തിട്ടുള്ള വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. കറക്റ്റായി പറയുവാണെങ്കിൽ വേൾഡ് വാർ സെക്കൻഡിലൊക്കെ പട്ടാളക്കാർക്ക് എളുപ്പത്തിൽ അവർ യൂണിഫോം ഇടാനും അതേപോലെ തന്നെ ഊരാനും ഉള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഫസ്റ്റായി സിബ് അസംബിൾ ചെയ്യുന്നത്. അതേപോലെ അതിനെ തുടർന്ന് ബാഗില് നാസ സ്പേസ് ഷൂവില് ജാക്കറ്റില് എന്നിവയിലൊക്കെ സിബ് കടന്നു കയറാൻ തുടങ്ങി. പക്ഷെ ഇത് വളരെയധികം യൂസ്ഫുൾ ആണെന്ന് എല്ലാവരും പെട്ടെന്ന് തന്നെ മനസ്സിലാക്കി. ബട്ടൺസ് ഇട്ടുകൊണ്ടിരുന്നിടത്ത് സിബ് യൂസ് ചെയ്യുമ്പോൾ സമയം വളരെയധികം ലാഭിക്കാൻ കഴിയുമെന്നുള്ള സത്യാവസ്ഥ എല്ലാ ജനങ്ങളും മനസ്സിലാക്കി. 1980 മൈക്കിൾ ജാക്സന്റെ എല്ലാ ജാക്കറ്റുകളിലും വിസിബിളായ രീതിയിലുള്ള സിബുകൾ ഘടിപ്പിക്കാൻ തുടങ്ങി. എത്രയും നാളൊക്കെ ഇതിനൊക്കെ മുമ്പ് തന്നെ ഏതെങ്കിലും സൈഡിൽ അല്ലെങ്കിൽ ആരും കാണുന്നില്ലാത്തടത്താണ് സിബ് ഉണ്ടായിരുന്നെങ്കിൽ തന്റെ ഡ്രസ്സിന്റെ തന്റെ ജാക്കറ്റിന്റെ കാണുന്ന രീതിയിലുള്ള സിബുകൾ വെക്കാനായിട്ട് തുടങ്ങി. ഇങ്ങനെയുള്ള ജാക്കറ്റുകൾ ധരിച്ചുകൊണ്ട് മൈക്കിൾ ജാക്സൺ തന്റെ സ്റ്റേജ് ഷോയിൽ പങ്കെടുക്കുകയുണ്ടായി. ഇതിനെ തുടർന്ന് ഫാഷൻ രംഗത്ത് വലിയൊരു മാറ്റമാണ് ഉണ്ടായത്. 1934 തൊട്ട് YKK എന്ന് പറയുന്ന ജപ്പാൻ കമ്പനി വിപണിയിലേക്ക് സിബുകളെ വ്യാപകമായി എത്തിക്കുന്നുണ്ടായിരുന്നു. 1970 ആയപ്പോഴത്തേനും അമേരിക്കയിലേക്കും യൂറോപ്പിലേക്കും ഏഷ്യയിലേക്കും ഒരു ഔട്ട്ലെറ്റ് സ്ഥാപിക്കുകയും വലിയ രീതിയിലുള്ള പ്രൊഡക്ഷൻ ആരംഭിക്കുകയും ചെയ്തു. വർഷം തോറും 7 ബില്യൺ സിബുകളാണ് അവരുടെ കമ്പനിയിൽ നിന്നും വിറ്റഴിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ലോകം മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ 50% സിബുകൾ വിറ്റഴിക്കപ്പെടുന്നത് ഇവരുടെ കമ്പനിയിൽ നിന്നാണ്. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന ഏതെങ്കിലും ജീൻസിലോ അല്ലെങ്കിൽ ബാഗിലോ കാണാൻ പറ്റും YKK എന്ന് പറയുന്നത്. അന്ന് തൊട്ട് ഇന്ന് വരെ നമ്മൾ യൂസ് ചെയ്യുന്ന സിബിന്റെ സ്റ്റോറി അങ്ങനെയാണ്. 100 വർഷങ്ങൾക്ക് മുമ്പ് നമ്മളെപ്പോലെ ഒരു സാധാ മനുഷ്യന്റെ ഇന്നോവേറ്റീവ് ആയ ഒരു ഐഡിയ അത് ഈ ലോകത്തെ തന്നെ മാറ്റിമറിച്ചു. നമ്മുടെ സിബിന് ആൾട്ടർനേറ്റീവ് ആയിട്ട് കുറെ ഓപ്ഷൻസ് ഇന്ന് നമ്മൾ കണ്ടുപിടിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ പോലും അതിനൊന്നിനും ഇതുവരെയും സിബിന് തകർക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. നമ്മുടെ അടുത്ത വീഡിയോ എന്ന് പറയുന്നത് എസ്കലേറ്റർ ആദ്യമായി സ്ഥാപിച്ചപ്പോൾ എന്തുകൊണ്ടാണ് ആൾക്കാരെല്ലാം പേടിക്കപ്പെട്ടത്, പിന്നെ എങ്ങനെയാണ് എസ്കലേറ്റർ സിറ്റികളെല്ലാം മാറ്റിമറിക്കുകയുണ്ടായത്, ആരാണ് ഇത് കണ്ടുപിടിച്ചത്?